നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മലപ്പുറത്ത് നടുറോഡിൽ മുട്ടിലിഴഞ്ഞ കുട്ടി, രക്ഷകരായി ബസ് ജീവനക്കാർ. 3-1 ഓർഡിനറി ബസ്സുകളും തിരുവനന്തപുരത്തും കൊല്ലത്തും വടക്കൻ ജില്ലകളിൽ സർവീസ് തിരയില്ല. അറുതിയില്ലാതെ കാട്ടാനക്കലി 18 ദിവസം. സംസ്ഥാനത്ത് നഷ്ടമായത് 6 ജീവനുകൾ. തിരിച്ചടിച്ച് ഇറാൻ. അമേരിക്കയുടെ 21 സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം. ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ച. രോഗം പടരുന്നു. വയനാട്ടിൽ 5 വിദ്യാർത്ഥികൾ കൂടി ഷിഗല്ല. മുന്നറിയിപ്പിൽ മാറ്റം. നാളെയും മറ്റന്നാളും തീവ്രമഴ. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബ്രസീൽ ഗോൾ നേടിയാൽ മഞ്ഞൾപ്പൊടി, അർജന്റീന ആണെങ്കിൽ പായസ് മിക്സ്. സപ്ലൈകോ സോക്കർ 11 ഓഫർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മലപ്പുറത്ത് നടുറോഡിൽ മുട്ടിലിയന് കുട്ടി, രക്ഷകരായി ബസ് ജീവനക്കാർ. കൊണ്ടോട്ടിയിൽ മുട്ടിലിയന് നാട്ടുറോഡിൽ എത്തിയ കുഞ്ഞിന് രക്ഷകരായി ബസ് ജീവനക്കാർ. തിരക്കേറിയ റോഡിൽ മുട്ടിലിയന് കുട്ടി നടുറോഡിൽ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്വകാര്യ ബസ് ജീവനക്കാർ വണ്ടി നിർത്തുകയായിരുന്നു. ആ സമയം വണ്ടികളില്ലായിരുന്നതാണ് കുട്ടിക്ക് രക്ഷയായത്. ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. നടുറോഡിൽ ഇരിക്കുന്ന കുഞ്ഞിനെ കണ്ടതോടെ ഡ്രൈവർ ബസ് നിർത്തുകയും കണ്ടക്ടർ ഇറങ്ങി കുഞ്ഞിനെ എടുക്കുകയുമായിരുന്നു. കൊണ്ടോട്ടി പുളിക്കൽ റോഡിൽ വലിയ പറമ്പിൽ ബുധനാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. റോഡിന് സമീപം തന്നെയാണ് കുഞ്ഞിന്റെ വീട്. കുട്ടി മുട്ടിലിയന് റോഡിലേക്ക് വരികയായിരുന്നു. ഇതേസമയം കുഞ്ഞിന്റെ പിതാവ് വീട്ടുമുറ്റത്ത് പത്രം വായിച്ചിരിക്കുകയായിരുന്നു. കണ്ടക്ടർ കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊണ്ടു ചെന്നപ്പോഴാണ് വീട്ടുകാരും കുട്ടി റോഡിൽ ഇറങ്ങിയ വിവരം അറിഞ്ഞത്. അറുതിയില്ലാതെ കാട്ടാനക്കലി 18 ദിവസം. സംസ്ഥാനത്ത് നഷ്ടമായത് 6 ജീവനുകൾ. കേരളത്തിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതോടെ 3 ആഴ്ചക്കിടെ 6 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. വയനാട് കാട്ടിക്കുളം പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജു 65 ഇന്ന് ഉച്ചയോടെ കൊല്ലപ്പെട്ടു. ബുധൻ രാവിലെ 10ഓടെയാണ് കാട്ടാന ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചു. രാജു പകൽ 2ഓടെയായിരുന്നു മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വനപാലകരുടെ നേതൃത്വത്തിൽ തുരത്തുന്നതിനിടെയാണ് തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന രാജുവിനെ ആക്രമിച്ചത്. മെയ് 24-ന് പെരുമ്പാവൂരിൽ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചറെ ആന കൊലപ്പെടുത്തിയതായിരുന്നു ആദ്യ സംഭവം. പൊങ്ങിൻ ചുവട് ഉന്നതിയിലെ ആദിവാസി യുവാവ് പുഷ്പകരൻ വെള്ളക്കയനാട് 45 കൊല്ലപ്പെട്ടത്. തുടർന്ന് 26-ന് വയനാട്ടിലെ മേപ്പാടിയിൽ നടുറോഡിൽ വെച്ച് ഭർത്താവിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടി കാശ്മീർ കുരിശിങ്കൽ JC 45 മരിച്ചത്. മെയ് 30-ന് തൃശൂർ ജില്ലയിലെ ആതിരപ്പള്ളി വൈശ്ശേരിയിൽ കർഷകനായ പുല്ലേർക്കാട്ട് വീട്ടിൽ മോഹനൻ 65 കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന വീടിന് മുന്നിലെത്തി ശബ്ദം കേട്ടാണ് മോഹൻ ഭാര്യയും ഗിരിജയും ഉണർന്നത്. തുടർന്ന് സമീപവാസികൾക്കൊപ്പം തീപ്പന്തവുമായി ആനയെ തുരത്തുന്നതിനിടെ ആന തിരിഞ്ഞോടുകയും തട്ടി വീണ മോഹനെ ചവിട്ടുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്ഥാനത്തെ മലയോര മേഖലയിലും വനമേഖലയിലും വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യരെയും ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ്. പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം ശാശ്വത പരിഹാരം ഒരു മാർഗവും അധികൃതരുടെ പക്കലില്ല. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ മരണം തുടരുമ്പോഴും വനം മന്ത്രിയുടെ ക്രൂരമായ പരിഹാസമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിയും മാത്രമേ മാറിയിട്ടുള്ളൂ. ഉദ്യോഗസ്ഥരും ആനയും മാറിയിട്ടില്ല. മന്ത്രിസഭ മാറിയതറിഞ്ഞ് ആന ഇറങ്ങിയതാണോ എന്നറിയില്ല. എന്നിങ്ങനെ ഇരുന്ന വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ പ്രതികരണങ്ങൾ വന്യമൃഗ ആക്രമണങ്ങൾ തടയാൻ സർക്കാരിന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന ഷിബു ബേബി ജോണിന്റെ പ്രസ്താവനയും വിവാദമായിരുന്നു. തിരിച്ചടിച്ച് ഇറാൻ. അമേരിക്കയുടെ 21 സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം. അമേരിക്കയുടെ സൈനിക നീക്കത്തിന് ഉടനടി തിരിച്ചടി നൽകിയതായി ഇറാൻ. അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങളുടെ ഹാങ്ങറുകൾ തകർത്തതായും ഏകദേശം 21 അമേരിക്കൻ വ്യോമനാവിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. നേരത്തെ തെക്കൻ ഇറാനിലെ പല പ്രദേശങ്ങളിലും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരുന്നു ഈ തിരിച്ചടി. 4 തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം എന്നാണ് റിപ്പോർട്ട്. ജോർദാനിലെ അൽ അസ്റഖ് താവളത്തിലുള്ള US സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തങ്ങൾ തകർത്തതായും മേഖലയിലെ 21 വ്യോമനാവിക താവളങ്ങളിൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ജോർദാനിലെ മുഫാഖത്ത് സൽത്തായ് വ്യോമതാവളത്തിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ കുവൈറ്റിലും ബഹ്റൈനിലും സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഔദ്യോഗിക വാർത്താ ചാനലായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തു. ഈ ഇരു രാജ്യങ്ങളിലെയും
ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US താവളങ്ങൾ വീണ്ടും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ബഹ്റൈനിലെ US നാവിക താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തു. പ്രാദേശിക സമയം പുലർച്ചെ 2:30 ബഹ്റൈനിലെ US നാവിക കേന്ദ്രത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിന് മുകളിൽ US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നു വീണതിനെ തുടർന്ന് വീണ്ടും അതിവേഗ സംഘർഷത്തിലേക്ക് കടന്നത്. അതേസമയം ഗൾഫ് മേഖലയിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നതിനെതിരെ അമേരിക്കയ്ക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഏതൊരു ഭീഷണിക്കും ഇറാൻ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ ശക്തമായ സായുധ സേന ഒരു ആക്രമണവും ഭീഷണിയും മറുപടി നൽകാതെ വിടില്ല. നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രദേശം വിട്ടുപോവുക, അരാഗ്ചി എക്സിൽ കുറിച്ചു. ആരോഗ്യവകുപ്പ് ഗുരുതര വീഴ്ച, രോഗം പടരുന്നു. വയനാട്ടിൽ 5 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കൊളിയാടി മർബസിലെയോസ് APUP സ്കൂൾ വിദ്യാർത്ഥിക്കാണ് രോഗബാധ. 7 പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് പോസിറ്റീവായത്. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം സ്കൂളിലെ തന്നെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 8 കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ 58 പേർ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. 2 രക്ഷിതാക്കളും 1 അധ്യാപകരും ചികിത്സയിലാണ്. മാർബസേലിയോസ് APUP സ്കൂൾ 470 വിദ്യാർത്ഥികൾ ഷിഗല്ല ലക്ഷണങ്ങളായ വയറിളക്കം, ഛർദിയും പനിയുമായി ചികിത്സ തേടി. കഴിഞ്ഞ 3 മുതൽ വിദ്യാർത്ഥികൾ ആശുപത്രിയിലെത്തുന്നത് പ്രതിരോധ നടപടികൾ പാളിയതിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും രോഗം നിയന്ത്രണ വിധേയമാകാനായില്ല. രോഗലക്ഷണങ്ങളോടെ 6 ദിവസമായി വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികൾ ചികിത്സ തേടിയിട്ടും ആരോഗ്യവകുപ്പോ സർക്കാരോ ഗൗരവത്തിൽ കണ്ടില്ല. തിങ്കൾ വൈകിട്ട് 2 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നതുവരെ അലംഭാവം തുടർന്നു. അതിവേഗത്തിൽ പടരുന്ന പകർച്ചവ്യാധിയായിട്ടും സമീപ ജില്ലയായ കോഴിക്കോട് 4 വയസ്സുകാരൻ ഷിഗല്ല ബാധിച്ചു മരിച്ചിട്ടും അതിനൊത്ത ജാഗ്രതയുണ്ടായില്ല. വസ്തുതകൾ മനസ്സിലാക്കാതെ പത്രസമ്മേളനം നടത്തി ആരോഗ്യമന്ത്രി K മുരളീധരനും ജനങ്ങളെ ആശങ്കയിലാക്കി. 21 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചെന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിയുടെ പ്രഖ്യാപനം രക്ഷിതാക്കളെയും നാട്ടുകാരെയും ആശങ്കയിലാക്കി. 21 പേരുടെ സാമ്പിൾ മാത്രമാണ് പരിശോധനയ്ക്കെടുത്തത്. ഇതിൽ ഫലം വന്ന 3 ഷിഗല്ല പോസിറ്റീവായി. പരിശോധനാ ഫലം വരുന്നതുവരെയെങ്കിലും കാത്തുനിൽക്കാൻ തയ്യാറാകാതെ വിദ്യാർത്ഥികളെ ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. വീടുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയില്ല. മറ്റു കുട്ടികൾ പതിവ് പോലെ വിദ്യാലയങ്ങളിൽ പോയി. കുടുംബാംഗങ്ങളും പൊതുസമ്പർക്കത്തിലായിരുന്നു. ദിവസങ്ങൾ വൈകി ചൊവ്വാഴ്ചയാണ് പ്രതിരോധ നടപടികൾക്ക് സർക്കാർ കടന്നത്. ബ്രസീൽ ഗോൾ നേടിയാൽ മഞ്ഞ പൊടി, അർജന്റീന ആണെങ്കിൽ പായസം മിക്സ്. സപ്ലൈകോ സോക്കർ 11 ഓഫർ. ലോകകപ്പിനോടനുബന്ധിച്ച് സപ്ലൈകോ സോക്കർ 11 എന്ന പേരിൽ പ്രത്യേക ഓഫർ പദ്ധതിയുമായി സപ്ലൈകോ. ലോകകപ്പിലെ പ്രമുഖ 11 ടീമുകളെ സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടുത്തി 15 മുതൽ വിലക്കിഴിവുകൾ നൽകും. ഓരോ മത്സരത്തിലും ഒരു ടീം നേടുന്ന ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ശതമാനം വിലക്കിഴിവാണ് അതുമായി ബന്ധപ്പെടുത്തിയ ശബരി ഉൽപ്പന്നത്തിന് ലഭിക്കുക. ഉദാഹരണത്തിന് ബ്രസീൽ 3 ഗോൾ നേടിയാൽ ശബരി മഞ്ഞൾ പൊടിക്ക് അടുത്ത മത്സരം ആരംഭിക്കുന്നത് വരെ 3% വിലക്കിഴിവ് ലഭിക്കും. ഷൂട്ടൌട്ട് ഗോളുകൾ പരിഗണിക്കില്ല. ടീമുകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നങ്ങൾ ബ്രസീൽ ശബരി, മഞ്ഞൾ പൊടി, ജർമ്മനി ശബരി, അപ്പപ്പൊടി, നെതർലാൻഡ് ശബരി, സാമ്പാർ പൊടി, സ്പെയിൻ ശബരി, പുട്ടുപൊടി, അർജന്റീന ശബരി പായസം മിക്സ്, ബെൽജീരിയ ശബരി സൂപ്പർ ഫൈൻ ഡസ്റ്റ് ടീ, പോർച്ചുഗൽ ശബരി മുളകുപൊടി, ക്രൊയേഷ്യ ശബരി വെളിച്ചെണ്ണ, ഇംഗ്ലണ്ട് ശബരി ഉപ്പ്, മൊറോക്കോ ശബരി ഹോട്ടൽ ബ്ലൈൻഡ് ടീ, ഫ്രാൻസ് ശബരി ഗോൾഡ് ടീ. ഈ ടീമുകളിൽ ഏതെങ്കിലും ലോകകപ്പ് നേടിയാൽ ആ ടീമുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ശബരി ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് പ്രത്യേക അധിക വിലക്കുറവിൽ നൽകും. കൊട്ടിയൂരിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന. 30,000 രൂപ പിഴ ചുമത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കൊട്ടിയൂർ ഉത്സവ നഗരിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ ക്യാരി ബാഗുകൾ ഉപയോഗിച്ച ഹൽവ പൊരി വിൽപ്പന നടത്തുന്ന 2 താൽക്കാലിക സ്റ്റാളുകൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. കൊട്ടിയൂരിൽ താൽക്കാലിക കടകളിൽ വ്യാപകമായി നിരോധിത ക്യാരി ബാഗുകൾ ഉപയോഗിക്കുന്നതെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ജില്ലാ സ്ക്വാഡ് 2ാം തവണയും പരിശോധനയ്ക്കെത്തിയത്. ഉത്സവ നഗരിയിൽ സ്റ്റാളുകൾ സജ്ജമായ ദിവസം തന്നെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും പഞ്ചായത്തും ചേർന്ന് പരിശോധന നടത്തി ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടിച്ചെടുത്ത് താക്കീത് നൽകിയിരുന്നു. കൊട്ടിയൂരിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും വ്യാജ ബയോ ക്യാരി ബാഗുകളും കണ്ടെത്തിയതിന്റെ
അടിസ്ഥാനത്തിൽ അവ വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയ കേളകത്തെ സിറ്റി സ്റ്റാർ സൂപ്പർ മാർക്കറ്റിൽ പരിശോധന നടത്തി 70 കിലോ നിരോധിത ക്യാരി ബാഗ് ഉൾപ്പെടെ പിടിച്ചെടുത്തു. കടയുടമയ്ക്ക് 10,000 രൂപ പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ കേളകം പഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ കൊട്ടിയൂരും സമീപ പഞ്ചായത്തുകളിലും കർശന പരിശോധനകൾ തുടരുമെന്ന് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ സ്ക്വാഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, PS പ്രവീൺ, കൊട്ടിയൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിത ഗിരീഷ് എന്നിവർ പങ്കെടുത്തു. മുന്നറിയിപ്പിൽ മാറ്റം. നാളെയും മറ്റന്നാളും തീവ്ര മഴ. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നേരത്തെ ഇന്നു മുതൽ മഴയുടെ ശക്തി കുറയുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് നാളെയും മറ്റന്നാളും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. വ്യാഴാഴ്ച കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദീകരകൾക്ക്, അണക്കെട്ടുകളുടെയും കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പുണ്ടാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ചിലമ്പൊലിയിൽ അനുമോദനം. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവരെയും CM കിറ്റ്, LSS, USS സ്കോളർഷിപ്പ് ജേതാക്കളെയും മയ്യിൽ ചിലമ്പൊലി കലാവിദ്യാലയം അനുമോദിച്ചു. തളിപ്പറമ്പ് സൗത്ത് AEO KK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VP ശിവ മിത്ര അധ്യക്ഷത വഹിച്ചു. മനോജ് കല്യ, രശ്മി റാം കണ്ണൂർ, രവിനമ്പ്രം എന്നിവർ അനുമോദന ഭാഷണം നടത്തി. രശ്മിക രതീഷ് സ്വാഗതം പറഞ്ഞു. 1/3 ഓർഡിനറി ബസ്സുകളും തിരുവനന്തപുരത്തും കൊല്ലത്തും. വടക്കൻ ജില്ലകളിൽ സർവീസ് തീരെയില്ല. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഗുണമില്ലാതെ UDF സർക്കാരിന്റെ KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതി. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊട്ടിഘോഷിച്ച പ്രഖ്യാപനത്തെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം ഒതുക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്താകെ 1000-ൽ താഴെ ഓർഡിനറി ബസ്സുകളാണ് ഉള്ളത്. ഇതിൽ സിറ്റി ഫാസ്റ്റ്, അന്തർജില്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ മാറ്റിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും ചുരുങ്ങും. ഈ ബസ്സുകളിൽ മാത്രമായി സൗജന്യ പദ്ധതി നടപ്പാക്കാനാണ് നീക്കം. ഇതിൽ 1/3 സർവീസും തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലാണ്. വടക്കൻ ജില്ലകളിൽ 200-ൽ താഴെ ഓർഡിനറി ബസ്സുകൾ മാത്രം. സിറ്റി ഫാസ്റ്റ്, അന്തർജില്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് മാറ്റിയാൽ ബസ്സുകളുടെ എണ്ണം പിന്നെയും കുറയും. 2025-ലെ കണക്കനുസരിച്ച് കേരളത്തിൽ 16,545 റൂട്ടുകളിൽ 4,609 എണ്ണം മാത്രമാണ് KSRTC-യുടേത്. ഇതിൽ സർവീസ് നടത്തുന്ന 4,500 ബസ്സിൽ 1/3 തലസ്ഥാന ജില്ലയിലാണ്. നിലവിൽ ഓടുന്ന KSRTC ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ക്ലാസുകളുമാണ്. സൂപ്പർ ക്ലാസുകളിൽ യാത്രക്കാരെ നിർത്തിക്കൊണ്ടുപോകാനും അനുവാദമില്ല. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സൗജന്യ യാത്ര പ്രായോഗികമല്ല. സ്വിഫ്റ്റ് കീഴിലെ 500ഓളം ബസ്സുകളിലും സൗജന്യത്തിന് സാധ്യതയില്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി.